എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ തിരുവിതാംകൂറിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഓരോ രാജാക്കന്മാരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ടോപ്പിക് ആരുടെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എസ്സേ വായിക്കുന്നത് പോലെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യില്ല, പോയിൻ്റ് എന്തായാലും വിട്ടുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബുള്ളറ്റ് പോയിൻ്റ് പോലെ മാക്സിമം സിമ്പിളാക്കുക. പോയിൻ്റ് അത്രയും സിമ്പിളാക്കി മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ എന്താണ്, വളരെ ഈസി ആയിട്ട് മൈൻഡിൽ നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും അല്ലാതെ ജോലിക്ക് പോകുന്നവരും വീട്ടമ്മമാരും ഒക്കെ എന്ത് ചെയ്യുക, കേട്ട് പഠിച്ച് സെറ്റായിട്ട് പോവുക. അപ്പോൾ ഒരു തവണ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യണമെന്നില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും ഒന്ന് കേൾക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഏതാണ് കിട്ടാത്ത ഏരിയ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ലേഖടിപ്പിക്കുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് പോവാം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആദ്യം തന്നെ നമുക്ക് ജനിച്ച വർഷം ഒന്ന് മനസ്സിലാക്കാം. 1706. മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷം 1706. അപ്പോൾ ഓരോ കാര്യങ്ങൾ സിമ്പിളാക്കിയിട്ട് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. 1706 ജനിച്ചത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ. ആധുനിക അശോകനാണ്. ആധുനിക അശോകൻ. തിരുവിതാംകൂറിൻ്റെ അശോകൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ. ഇതൊക്കെ ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഭരണനയം എന്താണ് നോക്കാം. ഭരണനയം എന്താണ്? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ്. നയം. പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ ആണ്. ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരനാണ്. അത് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചതും കൂടിയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ. പിന്നെന്താണ്? 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത് ഇദ്ദേഹമാണ്. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തു. അപ്പോൾ ആദ്യം എന്താണ്, 8 വീട്ടിൽ പിള്ളമാരാരാന്ന് മനസ്സിലാക്കണ്ടേ? ആരായി 8 വീട്ടിൽ പിള്ളമാർ? ഈ ക്ഷേത്രം വക വസ്തുക്കൾ 8ആയി ഭാഗിച്ച് അതിൻ്റെ നികുതി പിരിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു, ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ നായർ മാടമ്പിമാരാണ് 8 വീട്ടിൽ പിള്ളമാർ എന്നറിയപ്പെടുന്നത്. സിമ്പിളായിട്ട് എന്താണ്, ക്ഷേത്രം വക വസ്തുക്കളുടെ എന്ത് ചെയ്തു, 8ആയി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ നായർ മാടമ്പിമാരെ ഏൽപ്പിച്ചു. ഇവരാണ് 8 വീട്ടിൽ പിള്ളമാർ. ഈ 8 വീട്ടിൽ പിള്ളമാരെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർത്താണ്ഡവർമ്മ അമർച്ച ചെയ്തിട്ടുണ്ട്. എന്നിട്ടാ മാർത്താണ്ഡവർമ്മക്കെതിരെ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് രാജാവ് എന്നുള്ള ഒരു അധികാരത്തിൽ എന്ത് ചെയ്തു, ഈ മാർത്താണ്ഡവർമ്മ ഈ 8 വീട്ടിൽ പിള്ളമാരെ ഇല്ലാതാക്കി. 8 തറവാടും ഇടിച്ചു നിർത്തി എന്ത് ചെയ്തു, അങ്ങോട്ട് കുളം നിർമ്മിച്ചു. അതോടെയാണ് എന്ത് ചെയ്തത്, കുളം തോണ്ടുക എന്നുള്ള ശൈലി തന്നെ മലയാളത്തിൽ പ്രചാരം നേടിയത്. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്തത് എന്ത് പറയാം, തിരുവിതാംകൂറിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. പിന്നെയോ പതിവ് കണക്ക്, പണ്ടത്തെ പതിവ് കണക്ക്, ഇന്നത്തെ ബജറ്റ് അല്ലേ. പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് സമ്പ്രദായം, അതായത് ഇന്നത്തെ ബജറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് പഠിക്കാനുള്ളതാണ്. ബജറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ഇപ്പം ഈ ഭൂസർവേ അല്ലെങ്കിൽ കണ്ടെഴുത്ത് ആരംഭിച്ചതും ആരെന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഈ ഭൂസർവേ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകത നിയമിച്ച വ്യക്തിയായിരുന്നു മല്ലൻ ശങ്കരൻ. ഭൂമി എന്ത് ചെയ്തു, അളന്ന് തിട്ടപ്പെടുത്തി നികുതി അങ്ങ് നിർണയിച്ചു. പ്രധാനമായിട്ടും ഭൂമി ഇപ്പം ഇതിൽ പറയേണ്ട കാര്യമില്ല, എന്നാലും ഭൂമിനെ പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കുന്നത്: ദേവസ്വം, ബ്രഹ്മസ്വം, ദാസം, പണ്ടാരവക. അപ്പോൾ ഭൂമി ഭൂ സർവേ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതിനെ ഏൽപ്പിച്ച ആരെയാണ്? മല്ലൻ ശങ്കരൻ. പിന്നെന്താണ്, ഹിരണ്യഗർഭം. തിരുവിതാംകൂറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹിരണ്യഗർഭം എന്താണ്,
രാജാക്കന്മാരുടെ കിരീടധാരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ചടങ്ങാണ് ഹിരണ്യഗർഭം. അത് സ്റ്റാർട്ട് ചെയ്തതും ആരന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഈ ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതം എന്താണ്? പഞ്ചഗവ്യം. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാറിപ്പോകുന്നൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർത്താണ്ഡവർമ്മേൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളമാണ്. ഏതാണ്? കൽക്കുളം, അല്ലെങ്കിൽ പത്മനാഭപുരം എന്ന് പറയും. കൽക്കുളമാണ് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം. പക്ഷെ വ്യാപാര തലസ്ഥാനം എന്താണ്? മാവേലിക്കര. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ പാടില്ല. തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം കൽക്കുളം, വ്യാപാര തലസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മാവേലിക്കര. വ്യാപാര തലസ്ഥാനം മാവേലിക്കര. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് തൃപ്പടിദാനാണ് അല്ലേ. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3-നാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 1750 ജനുവരി 3. 1750 ജനുവരി 3-നാണ് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ എന്ത് ചെയ്തു? പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനുശേഷമാണ് പത്മനാഭദാസന്മാരെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർത്താണ്ഡവർമ്മയും പത്മനാഭസ്വാമി ക്ഷേത്രവും വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധമുണ്ടല്ലേ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതും ആരന്നെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഏതാ എക്സാം എന്നറിയില്ല, ഏതൊരു എക്സാമിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1000 കൽമണ്ഡപം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 1000 കൽമണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. 1000 കൽമണ്ഡപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് ആരാണ്? നമ്മുടെ ധർമ്മരാജയാണ്. അത് മാറിപ്പോവാൻ പാടില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ സമയത്ത് പറയേണ്ടതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് പറയാം. കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോടുകൂടിയ കുലശേഖര മണ്ഡപമാണത്. അതായത് 1000 കൽമണ്ഡപമാണ് അത് വരുന്നത്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പണി കഴിപ്പിച്ചത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ ഇത് മാറിപ്പോവാൻ പാടില്ല. ഒറ്റക്കൽ മണ്ഡപമാണ് മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം മാർത്താണ്ഡവർമ്മ. പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ള മുറജപവും അതുപോലെ തന്നെ എന്താണ് ഭദ്രദീപവുമാണ്. മുറജപം എന്ന് പറയുന്നത് എന്താണ്? 6 വർഷത്തിലൊരിക്കൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന ഉത്സവമാണ് മുറജപം. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം. 6 വർഷത്തിലൊരിക്കലാണ് മുറജപം. എന്നാൽ ഭദ്രദീപം അതിൻ്റെ ചെറിയൊരു ചടങ്ങാണ്. വർഷത്തിൽ 2 തവണ വീതം ഭദ്രദീപം. അപ്പോൾ എന്താ പറയുക, നമുക്ക് മുറജപം എന്ന് പറയുമ്പോൾ ജപം കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്കത് കുറച്ച് ടഫാണെന്ന് വിചാരിക്കുക. അപ്പോൾ 6 വർഷത്തിലൊരിക്കൽ. പക്ഷേ ദീപം തെളിയിക്കൽ ഈസിയാണല്ലേ. അപ്പോൾ എന്താണ്, നമുക്ക് വർഷത്തിൽ 2 തവണ ചെയ്യാം. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ 6 വർഷത്തിലൊരിക്കൽ മുറജപം, വർഷത്തിൽ 2 തവണ വീതം ഭദ്രദീപം. അപ്പോൾ മുറജപം ആദ്യമായിട്ട് ആഘോഷിച്ചത് എപ്പോഴാണ്? 1750. മാർത്താണ്ഡവർമ്മയായിട്ട് കണക്ട് ചെയ്ത് അടുത്ത പഠിക്കാനുള്ളത് ഭരണപരിഷ്കാരങ്ങളാണ്. ഈ നേരത്തെ പറഞ്ഞു അല്ലേ, പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു അല്ലേ, ബജറ്റ് അല്ലേ, ഇന്നത്തെ ബജറ്റ്. അപ്പം പതിവ് കണക്ക് ബജറ്റ്. ചൗക്കകൾ എന്ന് പറയുന്നത് ചെക്ക് പോസ്റ്റ് ആണ്. ചൗക്കകൾ ചെക്ക് പോസ്റ്റ്. പോസ്റ്റൽ സമ്പ്രദായത്തിന് എന്തായിരുന്നു പറഞ്ഞത്? അഞ്ചലാണ് പോസ്റ്റൽ സമ്പ്രദായം. മണ്ഡപത്തും വാതുക്കലാണ് താലൂക്ക് ഓഫീസ്. മണ്ഡപത്തും വാതുക്കൽ താലൂക്ക് ഓഫീസ്. പിന്നെ കാര്യക്കാരാണ് തഹസിൽദാർ. പകുതികൾ വില്ലേജ് ഓഫീസ്. പർവ്വതിക്കാർ വില്ലേജ് ഓഫീസർ. മുളക് മടിശീലക്കാർ ധനമന്ത്രിമാർ. പിന്നെ നമുക്ക് മെയിനായിട്ട് വളരെ കാലങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു മേഖലയാണ് കുളച്ചൽ യുദ്ധം അല്ലേ. കുളച്ചൽ യുദ്ധം എന്താണ്? ഡച്ചുകാരായിട്ട് നടന്ന യുദ്ധമായിരുന്നു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നതാണ് കുളച്ചൽ യുദ്ധം. ഏതാണ് വർഷം? 1741 ഓഗസ്റ്റ് 10. കാലഗണനാ ക്രമത്തിലൊക്കെ എഴുതാൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. 1741 ഓഗസ്റ്റ് 10. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് കുളച്ചൽ യുദ്ധത്തിലാണ്. അപ്പോൾ ഈ കുളച്ചൽ എന്ന് പറയുന്നത് ഇപ്പം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരായിരുന്നു? ഡിലനോയ്. ഇത് നമ്മൾ ഡച്ചുകാരുടെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഇതേ കണക്ട് ചെയ്തിട്ട് വന്നെയാണ് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി 1753 ഓഗസ്റ്റ് 15 ഒപ്പുവെക്കുന്നത്. 1753 ഓഗസ്റ്റ് 15. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടായ ഒരു ഉടമ്പടിയാണ്. ഡച്ചുകാർ കുരുമുളകിന് പകരം എന്ത് ചെയ്യുക, യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂറിന് നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഡച്ചുകാർ ഇടപെടാൻ പാടില്ല. അതാണ് മാവേലിക്കര ഉടമ്പടി. ഇതൊക്കെ നമ്മൾ ഡച്ചുകാരുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ ആ ക്ലാസ് ഒന്ന് കേൾക്കുക. ഓക്കെ. പിന്നെ നമുക്ക് പറയാനുള്ള ഇതാണ് കൊല്ലവുമായിട്ടുള്ള യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ണി കേരളവർമ്മയാണ്, അതായത് മാർത്താണ്ഡവർമ്മേൻ്റെ അമ്മാവനാണ് ഈ ഉണ്ണി കേരളവർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ മാർത്താണ്ഡവർമ്മ കൊല്ലം ആക്രമിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണാധികാരി ഉണ്ണി കേരളവർമ്മയായിരുന്നു. അങ്ങനെ തിരുവിതാംകൂർ സൈന്യം എന്ത് ചെയ്തു, അന്നത്തെ ദളവിയായിരുന്ന അറുമുഖം പിള്ളേൻ്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ എന്ത് ചെയ്തു, ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു. ഓക്കെ. അങ്ങനെ ഇത് പ്രധാനമായിട്ടും കൊല്ലമായിട്ട് യുദ്ധം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി കേരളവർമ്മ കായംകുളവുമായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിന് അവകാശപ്പെട്ടിരുന്ന കല്ലടേൻ്റെ ഒരു ഭാഗം ഉണ്ണി കേരളവർമ്മ കൈയടക്കി. ഇത് രണ്ടും എന്താണ്, മാർത്താണ്ഡവർമ്മ തനിക്ക് നേരെയുള്ള വെല്ലുവിളിയാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊല്ലവുമായിട്ടുള്ള യുദ്ധം നടന്നത്. പിന്നെ കൊട്ടാരക്കരയായിട്ടുള്ള ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. അത് 1734 മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു, കൊട്ടാരക്കര കീഴടക്കിയും അവിടുത്തെ രാജാവായിരുന്ന വീര കേരളവർമ്മയെ തടവുകാരനാക്കി തിരുവനന്തപുരത്തെ ജയിലിലടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഏകാന്ത തടവിലായിരുന്ന വീര കേരളവർമ്മ എന്ത് ചെയ്തു, 1736 ജയിലിൽ വെച്ച് മരിച്ചപ്പോഴാണ് അധികാരം ഏൽക്കാൻ കൊട്ടാരക്കര റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല. അങ്ങനെ റാണിക്ക് വേണ്ടി ഡച്ചുകാർ രംഗത്ത് വരികയും 1741 എന്ത് ചെയ്തു, റാണിയെ കൊട്ടാരക്കരേൻ്റെ ഭരണാധികാരിയായിട്ട് അവരോധിക്കുകയും ചെയ്തു. തുടർന്ന് എന്ത് ചെയ്തു, തിരുവിതാംകൂർ സൈന്യം കൊട്ടാരക്കരയോട് യുദ്ധം ചെയ്യുകയും കൊട്ടാരക്കര പിടിച്ചെടുക്കുകയും ചെയ്തു. അടുത്ത പോയിന്റ് എന്താണ്, കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണികഴിപ്പിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണികഴിപ്പിച്ചതും ആരന്നെയാണ്, മാർത്താണ്ഡവർമ്മ. അതുപോലെ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചതാരാണ്, മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചു. കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണിതു. അതുപോലെ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചു. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവും മാർത്താണ്ഡവർമ്മയാണ്. മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉദയഗിരി കോട്ട പുതുക്കി പണിതു. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യം അതിന് പറയുന്നതാണ് മറവപ്പട ഏർപ്പെടുത്തിയതും ഇദ്ദേഹമാണ്. വട്ടക്കോട്ട നിർമ്മിച്ചു. പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവും കൂടിയാണ്. എന്താണ്, ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. ഇതൊരു സിനിമയിലുണ്ടല്ലേ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു പേര് വരുന്നത് അല്ലേ. ശ്രീ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. അടുത്തത് മാർത്താണ്ഡവർമ്മയുടെ സമകാലികരാണ് അല്ലേ, സദസ്സിലുണ്ടായവരാണ് രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാർ. ആസ്ഥാന കവി ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണശർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവി ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണശർമ്മയാണ്. ഇനി മാർത്താണ്ഡവർമ്മേൻ്റെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ്. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ്. നമുക്കിനി എന്ത് ചെയ്യാം, ഇത് മൊത്തത്തിലൊന്ന് സിമ്പിളാക്കി ബ്രീഫ് ചെയ്യുക. അപ്പോൾ ഒരു ഡൗട്ടും ഉണ്ടാവില്ല, പിന്നെ ഒന്ന് കേൾക്കുമ്പം സെറ്റായിക്കോളും. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഭരണകാലയളവ് മസ്റ്റായിട്ട് പഠിക്കുക. 1729 മുതൽ 1758 വരെ, 1729 മുതൽ 1758 വരെ.
ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണല്ലേ, ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണെന്ന് പറഞ്ഞു. തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്കാണ്, തിരുവിതാംകൂറിൻ്റെ അശോകനാണ്, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യനാണ്, ആധുനിക അശോകനാണ്. പിന്നെയോ സ്വന്തമായിട്ട് പറഞ്ഞാണ് നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന്. അദ്ദേഹത്തിൻ്റെ ഭരണനയം ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമാണ്. ജന്മിത്ത ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ്. 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തു. പിന്നെയോ രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു. മരുമക്കത്തായ സമ്പ്രദായപ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ രാജാവാണ്. അതുപോലെ തന്നെ പത്മനാഭദാസ വഞ്ചിപാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. ഉദയഗിരി കോട്ട പുതുക്കി പണിതു. മറവപ്പട സ്ഥിരം സൈന്യം, തിരുവിതാംകൂറിലെ സ്ഥിരം സൈന്യം മറവപ്പട ഏർപ്പെടുത്തി. വട്ടക്കോട്ട നിർമ്മിച്ചു. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചു. ഗജേന്ദ്രമോക്ഷൻ ചുമർ ചിത്രം പണി കഴിപ്പിച്ചു. പിന്നെയോ പൊന്മനയണ പുത്തനണ എന്ന പേരിൽ 2 അണക്കെട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പൊന്മനയണ പുത്തനണ. മാർത്താണ്ഡവർമ്മൻ്റെ സമകാലികരായിരുന്നു രാമപുരത്ത് വാര്യറും കുഞ്ചൻ നമ്പ്യാറും. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. ആസ്ഥാന കവി കൃഷ്ണശർമ്മയാണ്, ആസ്ഥാന കവി കൃഷ്ണശർമ്മ. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. അതിലെ പാല് ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് തൃപ്പടിദാനാണ്. മാർത്താണ്ഡവർമ്മ നമ്മുടെ എന്ത് ചെയ്തു, പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചു തൻ്റെ രാജ്യം. അതാണ് തൃപ്പടിദാനം. 1750 ജനുവരി 3. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1750 ജനുവരി 3 തൃപ്പടിദാനം നടത്തിയത്. പിന്നെ 2ാം തൃപ്പടിദാനം കാർത്തിക തിരുനാൾ, ആ സമയത്ത് പറയാം. പിന്നെ തൃപ്പടിദാനം എന്ന് പറഞ്ഞിട്ടൊരു കൃതി രചിച്ചിട്ടുണ്ട്, അത് ഉമാമഹേശ്വരിയാണ്. നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. തൃപ്പടിദാനം എന്ന പേരിൽ ഒരു കൃതി രചിച്ചിട്ടുണ്ട് ആര്, ഉമാമഹേശ്വരി. അപ്പോൾ തൃപ്പടിദാനം 1750 ജനുവരി 3. പിന്നെയുള്ളത് മുറജപവും അതുപോലെ തന്നെ ഭദ്രദീപവുമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചടങ്ങാണ്. 6 വർഷത്തിലൊരിക്കലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തി വരുന്നതാണ് മുറജപം. അത് കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ജപിച്ചിരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ 6 വർഷത്തിലൊരിക്കലേ നടത്തുന്നുള്ളൂ അല്ലേ. ജസ്റ്റ് അങ്ങനെ വിചാരിക്കട്ടെ. പിന്നെ ഭദ്രദീപം എന്ന് പറയുമ്പം വിളക്ക് നമുക്ക് എപ്പോൾ വേണേലും കൊളുത്താം അല്ലേ. അപ്പോൾ വർഷത്തിൽ 2 തവണ ഭദ്രദീപം. മുറജപം ആദ്യമായി നടന്നത് 1750 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർത്തത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണെന്ന്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങൾ നമുക്കൊന്ന് നോക്കി വെക്കാം. 1706 മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത്. 1706. അതിൽ 1723 വേണാട് ഉടമ്പടി, ഇംഗ്ലീഷുകാരായിട്ട് ഒപ്പുവെച്ചതാണ് വേണാട് ഉടമ്പടിയിലെ ബ്രിട്ടീഷുകാരായിട്ടുള്ളതാണ് 1723. ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായിട്ട് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി ഇത് തന്നെയാണ്, ഈ വേണാട് ഉടമ്പടിയുമാണ്. പിന്നെ 1729 ഭരണം സ്റ്റാർട്ട് ചെയ്തു. പറഞ്ഞല്ലേ 29 മുതൽ 58 എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 29 ഭരണം സ്റ്റാർട്ട് ചെയ്തു. 1730 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ 1731-33 കാലഘട്ടത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞത്? 30 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തു. 31-33 കാലഘട്ടത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതു. 1741 ഡച്ചുകാർ തമ്മിൽ നടന്ന യുദ്ധം, ഏത് കുളച്ചൽ യുദ്ധം 1741. പിന്നെ 1742 മാന്നാർ ഉടമ്പടി, കായംകുളം കൂട്ടിച്ചേർക്കുന്ന സമയത്തുള്ളതാണ് മാന്നാർ ഉടമ്പടി. 1742 മാന്നാർ ഉടമ്പടി. 1746 പുറക്കാട് യുദ്ധം, കായംകുളം കീഴടക്കിയതായിരുന്നു പുറക്കാട് യുദ്ധത്തിലൂടെ. അപ്പോൾ 1746 പുറക്കാട് യുദ്ധം. 1749-50 കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? തെക്കും കൂറും വടക്കും കൂറും എന്ത് ചെയ്തു? തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 1749-50 തെക്കും കൂറും വടക്കും കൂറും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. പിന്നെ നമ്മൾ പറഞ്ഞ തൃപ്പടിദാനം 1750, അതായത് എന്ത് ചെയ്തു? 1ാം തൃപ്പടിദാനം നടത്തിയില്ലേ 1750 ജനുവരി 3. അത് മസ്റ്റായിട്ടും പഠിക്കണം. പിന്നെ 1753 എന്ത് ചെയ്തത്? ഡച്ചുകാരുമായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി. തിരുവിതാംകൂറിൻ്റെ ഭരണകാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞെന്നില്ലേ. അപ്പോൾ 1753 ഡച്ചുകാരായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി. പിന്നെ 1758 മാർത്താണ്ഡവർമ്മ നാട് നീങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ നമുക്ക്. അനിഴം തിരുനാൾ, മാർത്താണ്ഡവർമ്മ 1729-1758. കുളച്ചൽ യുദ്ധം മസ്റ്റായിട്ട് പഠിക്കണം. പിന്നെന്താണ്? പുറക്കാട് യുദ്ധം 1746, അതായത് കായംകുളം കൂട്ടിച്ചേർത്തിയാണ്. പിന്നെ
പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വേണാട് ഉടമ്പടി 1723, തൃപ്പടിദാനത്തിൻ്റെ 1750 ജനുവരി 3. പിന്നെ ചോദിക്കുന്നത് 6 വർഷത്തിലൊരിക്കലുള്ള മുറജപവും വർഷത്തിൽ 2 തവണയുള്ള ഭദ്രദീപം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതിൻ്റെ പരിഷ്കാരങ്ങളാണ്. പേര് ഇന്നത്തെ ബജറ്റ് അന്നറിയപ്പെട്ടത് പതിവ് കണക്കാണ്. ബജറ്റ് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റ് ചൗക്കകളാണ്. ചെക്ക് പോസ്റ്റ് ചൗക്കകൾ. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ. താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ. തഹസിൽദാർ കാര്യക്കാർ. വില്ലേജ് ഓഫീസ് പകുതികൾ. വില്ലേജ് ഓഫീസർ പർവ്വതിക്കാർ. ധനമന്ത്രിമാർ മുളക് മടിശീലക്കാർ. കുറച്ച് ലെങ്തി വീഡിയോ ആണെന്ന് അറിയാം, എന്നാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ഡയറക്റ്റായിട്ടൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് എടുക്കുക. അതുപോലെ തന്നെ എന്ത് അഭിപ്രായമായാലും അതും കൂടി ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയായിട്ട് വരുന്നത് വരേക്കും ബൈ. എല്ലാവരും അതുവരേക്കും കേട്ട് പഠിച്ച് സെറ്റായിട്ടിരിക്കുക.